അമേരിക്കയ്ക്ക് ഇപ്പോൾ ഒരു വമ്പൻ തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഇന്ത്യ. അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ ഒരു വമ്പൻ കരാർ ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ പോവുകയാണ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യക്കുമേൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുവ ചുമത്തിയതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇന്ത്യൻ സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനവുമായി മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഈ കരാർ എന്ന് പറയുന്നത് ഏകദേശം 3.6 ബില്യൺ US ഡോളറിന്റെ കരാറായിരുന്നു. 2021 അമേരിക്കയുമായി ഈ ഒരു കരാർ നടക്കുന്നത്. അന്ന് ഏകദേശം 2.42 ബില്യൺ US ഡോളറിന്റെ കരാറായിരുന്നു. അതായത് ബോയിങ് P-8 സമുദ്ര പെട്രോളിംഗ് വിമാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കരാറായിരുന്നു ഇത്. എന്നാൽ വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളെയും അതേപോലെ തന്നെ ട്രംപ് ഏർപ്പെടുത്തിയ താരിഫുകളെയും തുടർന്ന് ഇതിന്റെ നിരക്കുകൾ ക്രമാനുഗതമായി വർദ്ധിപ്പിക്കുകയായിരുന്നു അമേരിക്ക. 2009 2.2 ബില്യൺ US ഡോളറിന് 8 P-8I വിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള കരാറിൽ ഇന്ത്യ ഒപ്പുവെച്ചിരുന്നു. അതിനുശേഷം 2016 1 ബില്യൺ US ഡോളറിന് 4 വിമാനങ്ങൾ കൂടി വാങ്ങാൻ ഇന്ത്യ തീരുമാനിക്കുന്നു. ഇന്ത്യ ഓർഡറും നൽകുന്നു. അതിനുശേഷം 2021 2.42 ബില്യൺ US ഡോളറിന് 6 P-8I സമുദ്ര പെട്രോളിംഗ് വിമാനങ്ങൾ വാങ്ങാനുള്ള കരാറും ഇന്ത്യ ഒപ്പുവെക്കുന്നു. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയുടെ പൂർണ്ണ നിരീക്ഷണം ഉറപ്പാക്കാൻ ഇതേ രീതിയിലുള്ള ഏകദേശം 18 വിമാനങ്ങൾ വേണം എന്നതായിരുന്നു ഇന്ത്യൻ നാവികസേനയുടെ ആവശ്യം. എന്നാൽ ട്രംപ് ഇപ്പോൾ ഇന്ത്യക്കുമേൽ ഇത്രയധികം തീരുവ ചുമത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ന്യായീകരിക്കാനാവാത്തതാണ് എന്നാണ് ഇന്ത്യ പറഞ്ഞത്. കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ സാധ്യമായ എല്ലാ നടപടികളും തന്റെ സർക്കാർ സ്വീകരിക്കുമെന്നും വ്യാഴാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. ബോയിങ്ങിന്റെ ഈ P-8I പോസിഡോൺ ഒരു മൾട്ടി മിഷൻ സമുദ്ര പെട്രോളിംഗ് വിമാനമാണ്. രഹസ്യാന്വേഷണം നടത്തൽ, രഹസ്യാന്വേഷണ വിവരങ്ങൾ ശേഖരിക്കൽ, തിരച്ചിൽ, രക്ഷാപ്രവർത്തനങ്ങൾ, അന്തർവാഹിനി വിരുദ്ധ ദൗത്യങ്ങൾ എന്നിവയിൽ ഇതിന് വൈദഗ്ധ്യമുണ്ട്. ബോയിങ് വെബ്സൈറ്റിൽ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് P-8 പരമാവധി 490 നോട്ട് വേഗതയിൽ 41,000 അടി വരെ പറക്കാൻ കഴിയും. ഇന്ത്യയുടെ ആയുധപ്പുരയിലെ നിർണായക ആസ്തികളാണ് ഈ P-8I വിമാനങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യൻ നാവികസേന ഇതിനകം തന്നെ ഇത്തരം 12 വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നുമുണ്ട്. ഇന്ത്യൻ മഹാസമുദ്ര മേഖല നിരീക്ഷിക്കുന്നതിനും അന്തർവാഹിനികളെ ട്രാക്ക് ചെയ്യുന്നതിനും ഉയർന്ന പിരിമുറുക്കമുള്ള നിമിഷങ്ങളിൽ നിരീക്ഷണം നടത്തുന്നതിനുമൊക്കെ ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നുമുണ്ട്. ഏറ്റവും പ്രധാനമായി ചൈനയുമായുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ഉണ്ടായ സംഘർഷത്തിൽ ഇവ ഒരു പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ചുമത്താനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമീപകാല പ്രഖ്യാപനത്തെ തുടർന്നാണ് ഇന്ത്യ ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. ഈ നീക്കം വിവിധ മേഖലകളിലെ സാമ്പത്തിക നയതന്ത്ര തലങ്ങളിൽ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. നൂതന സോണോബോയികളും മൾട്ടി എമിഷൻ അക്കോസ്റ്റിക് പ്രോസസറും കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന ഈ വിമാനം ഇന്ത്യയുടെ അണ്ടർ വാട്ടർ സാഹചര്യ അവബോധം ശക്തിപ്പെടുത്തുന്ന അക്കോസ്റ്റിക് സിഗ്നേച്ചറുകൾ കണ്ടെത്തുന്നതിന് താഴ്ന്ന ഉയരത്തിലുള്ള പെട്രോളിംഗ് വരെ നടത്തുന്നു. അതേസമയം റഷ്യയിൽ നിന്ന് ഏറ്റവും വലിയ എണ്ണ വാങ്ങുന്ന രാജ്യമായ ചൈനയ്ക്ക് ഇതേ രീതിയിൽ സമാനമായ തീരുവ ചുമത്താൻ അമേരിക്ക ഇതുവരെ തയ്യാറായിട്ടില്ല. ഇതിന് കാരണമായി വിദഗ്ധർ പറയുന്നത് ഹൈടെക് വ്യവസായങ്ങൾക്ക് നിർണായകമായ അപൂർവ ഭൂമിധാതുക്കൾ ചൈനയുടെ കൈവശമുണ്ട്, എന്നാൽ ഇന്ത്യയുടെ കൈവശമില്ല. ഒരുപക്ഷെ ഈ സ്വാധീനം മൂലമായിരിക്കാം അമേരിക്ക ചൈനയുടെ മേൽ തീരുവ ചുമത്താൻ തയ്യാറാവാത്തത്. അതേപോലെ തന്നെ ആഗോള പങ്കാളിത്തങ്ങൾ പുനഃസന്തുലിതമാക്കാൻ ഇന്ത്യ ശ്രമിച്ചേക്കാമെന്ന സൂചനയും നൽകി തുടങ്ങിയിട്ടുണ്ട്. 7 വർഷത്തിനിടെ പ്രധാനമന്ത്രി മോദി തന്റെ ആദ്യ ചൈന സന്ദർശനത്തിന് തയ്യാറെടുക്കുകയാണ്. വാഷിംഗ്ടണുമായുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിൽ ഒരു നയതന്ത്ര പുനഃക്രമീകരണത്തിനുള്ള സാധ്യതയാണ് ഇത് കാണിക്കുന്നത്. ട്രംപിന്റെ താരിഫുകൾ എങ്ങനെ നേരിടാമെന്നതിനെ കുറിച്ച് വികസ്വര രാജ്യങ്ങളുടെ ബ്രിക്സ് ഗ്രൂപ്പിൽ ഒരു സംഭാഷണത്തിന് തുടക്കമിടുമെന്ന് ബ്രസീൽ പ്രസിഡന്റും ബുധനാഴ്ച പറഞ്ഞു. അതേസമയം ഓഗസ്റ്റ് 1 മുതൽ ഇന്ത്യൻ കയറ്റുമതിക്ക് 25% തീരുവയും ദ്വിതീയ ഉപരോധങ്ങളും ഏർപ്പെടുത്തുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം വിയറ്റ്നാം, ബംഗ്ലാദേശ്, മെക്സിക്കോ തുടങ്ങിയ എതിരാളികൾക്ക് ഒരു നല്ല വാതിൽ തുറന്നു കൊടുക്കുമെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. ഇതുകൂടാതെ അമേരിക്കയുടെ പുതിയ ആയുധങ്ങളും വിമാനങ്ങളും വാങ്ങാനുള്ള പദ്ധതിയെല്ലാം ഇന്ത്യ ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കയറ്റുമതിക്ക് ഏർപ്പെടുത്തിയ തീരുവകൾ പതിറ്റാണ്ടുകളിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് ബന്ധങ്ങൾ വലിച്ചതിനെ തുടർന്ന് ഇന്ത്യയിലുണ്ടായ അതൃപ്തിയുടെ ആദ്യ സൂചനയാണിത്. ചില ആയുധങ്ങൾ വാങ്ങുന്നതിനെ കുറിച്ചുള്ള പ്രഖ്യാപനം നടത്താൻ വേണ്ടി വരും ആഴ്ചകളിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ വാഷിംഗ്ടണിലേക്ക് അയക്കാൻ പദ്ധതിയിട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ആ യാത്രയും റദ്ദാക്കിയിരിക്കുകയാണ്. അതേപോലെ ജനറൽ ഡൈനാമിക്സ് ലാൻഡ് സിസ്റ്റംസ് നിർമ്മിച്ച സ്ട്രൈക്കർ യുദ്ധവാഹനങ്ങളും റെത്തിയോൺ ലോക്ഹീഡ് മാർട്ടിൻ എന്നിവർ വികസിപ്പിച്ചെടുത്ത ജാവലിൻ ആന്റി ടാങ്ക് മിസൈലുകളുമെല്ലാം ഇന്ത്യ വാങ്ങുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ ഈ താരിഫ് കാരണം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നതായി റോയിട്ടേഴ്സ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തു. ട്രംപും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫെബ്രുവരിയിൽ ഈ വസ്തുക്കളുടെ സംഭരണവും സംയുക്ത ഉൽപാദനവും തുടരാനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നു. അതേപോലെ തന്നെ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധങ്ങളിൽ ചില വിള്ളലുകളും ഉണ്ടായിരുന്നു. മെയ് മാസത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ 4 ദിവസത്തെ പോരാട്ടത്തിന് ശേഷം വെടിനിർത്തൽ കരാർ ഒപ്പിട്ടത് അമേരിക്കയാണെന്ന ട്രംപിന്റെ വാദത്തെ ഇന്ത്യ എതിർത്തിരുന്നു.
റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ മാസം അവസാനത്തോടെ ഇന്ത്യ സന്ദർശിക്കുമെന്ന ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ മോസ്കോയിൽ റഷ്യൻ സുരക്ഷാ കൗൺസിൽ സെക്രട്ടറി സെർജി ഷോയിഗുമായുള്ള കൂടിക്കാഴ്ചയിൽ പറഞ്ഞതായും ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിക്ക് ഇന്ത്യക്ക് മേൽ അമേരിക്ക അധിക തീരുവ ചുമത്തിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ സന്ദർശനം. ഇപ്പോൾ ഈ PI കരാർ താൽക്കാലികമായി നിർത്തിവെച്ചാൽ 5000 പേരുള്ള ജീവനക്കാരും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്കും $1.7 ബില്യൺ സംഭാവനയും ഉൾപ്പെടുന്ന ബോയിങ്ങിന്റെ ഇന്ത്യയിലെ സാന്നിധ്യത്തെയും ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ തമിഴ്നാട്ടിലെ ഹൊസൂറിലെ എയർവർക്സ് സൗകര്യങ്ങളെ പിന്തുണ ഉൾപ്പെടെ നിലവിലുള്ള PI ഫ്ലീറ്റിന്റെ പരിപാലനത്തിനായി തുടരുന്ന സഹകരണം തടസ്സമില്ലാതെ തുടരും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഇന്ത്യയുമായുള്ള എല്ലാ വ്യാപാര ചർച്ചകളും താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നതായും തീരുവകളും ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് സംബന്ധിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വരെ ചർച്ചകൾ തുടരില്ല എന്നുമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യ റഷ്യൻ സൈനിക ഉപകരണങ്ങൾ വാങ്ങുകയും റഷ്യയുടെ ഏറ്റവും വലിയ ഊർജ്ജം വാങ്ങുന്നവരിൽ ഒരാളായി മാറുകയും അതേപോലെ തന്നെ ചൈനയുമായി കൂട്ടുകൂടുകയും ചെയ്യുന്നു എന്നാണ് ട്രംപ് ആരോപിച്ചിരിക്കുന്നത്. റഷ്യയെ ഒറ്റപ്പെടുത്താനുള്ള ആഗോള ശ്രമങ്ങൾക്ക് ഇന്ത്യയുടെ ഈ നിലപാട് ഒരു തിരിച്ചടിയാണ്, എതിരാണ് എന്നാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത്. പ്രതിരോധം, ഊർജം, വ്യാപാരം, ശാസ്ത്രം, സാങ്കേതിക വിദ്യ എന്നിവയുൾപ്പെടെ ഒന്നിലധികം മേഖലകളിലാണ് ഇന്ത്യ റഷ്യ പങ്കാളിത്തം വ്യാപിച്ചു കിടക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ ദീർഘകാല പ്രതിരോധ സഹകരണവുമുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും വലിയ സൈനിക ഉപകരണ വിതരണക്കാരിൽ ഒരാളാണ് റഷ്യ. ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ പദ്ധതി, സുഗോയ് Su-30 MKI യുദ്ധവിമാന പദ്ധതി തുടങ്ങിയ സംയുക്ത സൈനിക പദ്ധതികളിലും ഇവർ സഹകരിച്ചിട്ടുണ്ട്. ഊർജ മേഖല നോക്കുകയാണെങ്കിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് വൻതോതിൽ എണ്ണയും വാതകവും ഇറക്കുമതി ചെയ്യുന്നുണ്ട്. 2023-24 സാമ്പത്തിക വർഷത്തിൽ ഉഭയകക്ഷി വ്യാപാരം റെക്കോർഡ് എന്ന് പറയുന്നത് $65.70 ബില്യൺ എത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് പുടിനും തമ്മിലുള്ള വരാനിരിക്കുന്ന ഉച്ചകോടി ഇന്ത്യ റഷ്യ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2030 ആകുമ്പോഴേക്കും ഇരു രാജ്യങ്ങളും തങ്ങളുടെ ഉഭയകക്ഷി വ്യാപാരം $100 ബില്യൺ ഉയർത്താൻ പരസ്പരം പ്രവർത്തിക്കുന്നുമുണ്ട്. അതേപോലെ തന്നെ 2025 ഏകദേശം $50 ബില്യൺ ഉഭയകക്ഷി നിക്ഷേപം ലക്ഷ്യമിടുന്നുമുണ്ട്. ഇവരുടെ തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ആഴത്തിൽ തുടരുന്നതിനാൽ ആഗോളക്രമം രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യയും റഷ്യയും കൂടുതൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ ഇപ്പോൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഇവിടെയാണ് ഇപ്പോൾ മറ്റ് നിരവധി രാജ്യങ്ങൾക്ക് പോലും സമാനമായ രീതിയിൽ ഈ പിഴകൾ നേരിടാതെ റഷ്യയുമായി വ്യാപാരത്തിൽ ഏർപ്പെടുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മാത്രം അമേരിക്ക ഇത്രയും അധികം തീരുവ ചുമത്തിയിരിക്കുന്നത്. അതേസമയം വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യ, ധനകാര്യം, ബൗദ്ധിക സ്വത്തവകാശം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിലായി ഇന്ത്യൻ വിപണിയിൽ നിന്ന് അമേരിക്കൻ കമ്പനികൾ പ്രതിവർഷം $80 ബില്യൺ വരുമാനം ഉണ്ടാക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. ഇതുകൂടാതെ ഈ തീരുവ ഏർപ്പെടുത്തിയിരിക്കുന്ന അമേരിക്ക പോലും റഷ്യയിൽ നിന്ന് രഹസ്യമായി യുറേനിയം, പല്ലേഡിയം, രാസവസ്തുക്കൾ എന്നിവ ഇറക്കുമതി ചെയ്യുന്നത് തുടരുന്നുണ്ട് എന്നതും അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇതുപോലെയുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. ഇതിനെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.